മക്കൾസ്, ബാബു സാറാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് 9th സ്റ്റാൻഡേർഡിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഘർ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ഘർ എന്ന് പറയുന്ന പാഠത്തിൽ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എങ്ങനെയാണ്? ചരിത്ര ചിത്രൻ തയ്യാർ കരേ എന്നാണ്. എന്താണ് മക്കളെ ചരിത്ര ചിത്രൻ തയ്യാർ കരേ എന്ന് പറഞ്ഞാൽ? ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ് ചരിത്ര ചിത്രൻ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ച് എന്നാണ്. ഓക്കെ, അപ്പൊ ചരിത്ര ചിത്രൻ തയ്യാർ കരേ എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രത്തെ വിശകലനം ചെയ്യാൻ, ആ വിശകലനം ചെയ്യുക, പുറത്തും അകത്തും അയാളെക്കുറിച്ച് വ്യക്തമായി അവതരിപ്പിക്കുന്നതിനെയാണ് വിശകലനം ചെയ്യുക അഥവാ ചരിത്ര ചിത്രൻ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. ഈ പാഠത്തിൽ നമുക്ക് വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഘർ പാഠ് കെ ആധാർ പർ. ഘർ എന്ന് പറയുന്ന പാഠത്തെ ആസ്പദമാക്കിയിട്ട് ഫർഹാദ് കെ ചരിത്ര ചിത്രം തയ്യാർ കരേ 4 മാർക്കാണ്. ഫർഹാദിന്റെ ചരിത്രത്തിന് തയ്യാറാക്കുന്ന പറയുന്ന ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ 4 മാർക്ക് നമുക്ക് നേടിത്തരുന്ന ചോദ്യമാണ് മക്കളെ. ഉറപ്പായും ഈ പാഠത്തിൽ പഠിക്കണം. കാരണം ഘർ എന്ന് പറയുന്ന പാഠത്തിൽ ആകെ ഒരു മനുഷ്യനുള്ളൂ, ബാക്കിയൊക്കെ കുറേ ജീവികളാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഫർഹാദിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ പഠിച്ചു വെക്കണം. നിങ്ങൾ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതിയെടുത്ത് വൃത്തിയായിട്ട് പഠിക്കണം. നോക്കൂ, ഫർഹാദ് ചരിത്ര ചിത്രൻ. ഓക്കെ, എന്നിട്ട് ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ രചനാകാർ, വളരെ ഫേമസ് ആയ എഴുത്തുകാരനായ പ്രഭാത് എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ഘർ നാമക് കഹാനിക്ക്, ഘർ എന്ന പേരുള്ള കഥയിലെ മുഖ്യ പാത്രഹേ, പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഫർഹാദ്. ക്ലിയർ? അടുത്തത് അദ്ദേഹം ഈസ് കഹാനിക്ക്, ഈ കഥയിലെ മാനവ പാത്രഹേ, മനുഷ്യ കഥാപാത്രം ഇയാൾ മാത്രമേ ഉള്ളൂ. ശ്രീമാൻ ഫർഹാദ്, ഈ ബഹുമാനപ്പെട്ട ഫർഹാദ് ഹർ എല്ലാ ജീവജന്തുക്കോ, സകലമാന ജീവജന്തുക്കളെയും അപ്പനി തൻ്റെ പരിവാർ മാനത്തെ ഹേ, പരിവാർ എന്ന് പറഞ്ഞ ഫാമിലി, സകല ജീവജാലങ്ങളെയും, അത് പാമ്പാവട്ടെ, കടന്നലാവട്ടെ, പല്ലിയാവട്ടെ, തവള, എന്ത് പ്രകൃതിയിലെ ജീവജാലങ്ങളെയും തൻ്റെ ഫാമിലി മെമ്പറായിട്ടാണ് കണക്കാക്കുന്നത്. നയേ ഘർമേ, അദ്ദേഹം പഴയ വീട് മാറി താമസം മാറി പുതിയ വീട്ടിലേക്ക് വന്നു. അപ്പോൾ നയേ ഘർമേ ആനേക്കെ ബാധി, പുതിയ വീടാകുമ്പോൾ നമ്മളൊക്കെ ഏറ്റവും വൃത്തിയാക്കില്ലേ, മനുഷ്യൻ അല്ലാണ്ട് വേറൊരു ജീവി അതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പാടില്ല. പഴയതിലൊക്കെ എന്താ പറയുക, എട്ടുകാലിയൊക്കെ ഉണ്ടായി വിചാരിക്കാം. പക്ഷെ പുതിയ വീട്ടിൽ വന്നപ്പോഴും നയേ ഘർമേ ആനേക്കെ ബാധ് ബി, നയേ പുതിയ ഘർമേ വീട്ടിൽ ആനേക്കെ വന്നതിന് ബാധ് ബി ബി എന്ന് പറഞ്ഞാൽ ശേഷവും, ബാധ് ശേഷ ബി ശേഷവും, വഹാം രഹിനെ വാലെ, അവിടെ താമസിക്കുന്ന ജീവജന്തുവും പർ, പുതിയ വീടായിട്ട് പോലും അവിടേക്ക് വന്ന് കയറി കൂടുന്ന ജീവജാലുക്കളെ കോയി യാതൊരുവിധ ഹാനി അപകടവും നെഹി കർത്തെ, അദ്ദേഹം ചെയ്യുന്നില്ല. ഏറ്റവും പുതിയ വീടായിട്ട്, ഈ വീട്ടിലാണോ നീ വന്ന് നിൽക്കുന്നതൊക്കെ ചോദിക്കുക, പഴയ വീട് എന്തെങ്കിലും ആട്ടെ, പക്ഷെ ഈ വീട്ടിൽ വന്നാൽ അദ്ദേഹം ഒന്നും പറയുന്നില്ല. ചിപ്കലിക്ക് മധുമേം, ചിപ്കലി എന്ന് പറഞ്ഞാൽ പല്ലിയാണ്. പല്ലിയുടെ മധുമേം, മത് എന്ന് പറഞ്ഞാൽ അഭിപ്രായം, മധുമേം അഭിപ്രായത്തിൽ വഹ് അദ്ദേഹം, ആര്? ഫർഹാദ് ചിപ്കലിയൊക്കെ പല്ലികളുടെ പീച്ചെ പിന്നാലെ ചൂല് ലേക്കർ എടുത്തിട്ട് ജാനേവാല നെഹി, അല്ല നമ്മളെ വീട്ടിൽ പല്ലിയെ കണ്ട നമ്മൾ ഉടനെ ചൂലെടുത്തിട്ട് പല്ലിയെ തട്ടിപ്പോക്കുന്നു. പക്ഷേ അങ്ങനെ പുതിയ വീടായിട്ട് പോലും പല്ലി അവിടെ കിടന്നോട്ടെ, അത് ഈ വീടിൻ്റെ ഐശ്വര്യമാണ് എന്ന രൂപത്തിൽ ഫർഹാദ് ചൂലെടുത്ത് പിന്നാലെ ഓടുന്ന ആളല്ല. പുതിയ വീട്ടിലേക്ക് താമസം വന്നപ്പോഴാണ് ഈ ജീവജാലങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് ഫർഹാദിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുന്നത്. കാരണം പഴയ വീടാകുമ്പോൾ പിന്നെ അദ്ദേഹം പുതിയ വീട്ടിലേക്ക് പോകാൻ നിൽക്കണം, ജീവിയൊക്കെ അവിടെ നിന്നോട്ടെ. പക്ഷേ പുതിയ വീടായപ്പോഴും അദ്ദേഹത്തിന് ഈ ജീവജാലങ്ങൾ വന്നപ്പോൾ ഒരു ദേഷ്യവുമില്ല. അപ്പോൾ അപാരമായ ജീവജാലങ്ങളെ സ്നേഹിക്കുന്ന ആളാണ് പല്ലിക്കും ബോധ്യപ്പെട്ടു. എന്നിട്ട് നോക്കൂ, അങ്ങനെ ചാടുലേക്ക് ജാനേവാല ആത്മീഹി, അദ്ദേഹം ആത്മീഹെ, നല്ല മനുഷ്യനാണ് എന്നാണ് ആരുടെ? ചിപ്കലിയുടെ അഭിപ്രായം. ഓർ തത്തയ്യ, കൂടാതെ തത്തയ്യ എന്ന് പറഞ്ഞാൽ കടന്നൽ. നിങ്ങൾക്ക് ഒരു വീടിൻ്റെ അകത്ത്, നമ്മളെ വീട്ടിൽ കടന്നൽ ഉണ്ടെങ്കിലോ നമ്മൾ എന്താ പറയുക, പിന്നെ വിറകും ചൂട്ടൊക്കെ എടുത്തിട്ട് കത്തിച്ചൊക്കെ റെഡിയാക്കും. പക്ഷെ ഇയാൾ എന്താ ചെയ്യുന്നത്? ഫർഹാദ് ഓർ തത്തയ്യാക്കെ, കടന്നലിന്റെ മത്ത് മേം അഭിപ്രായത്തിൽ ഫർഹാദ് ബഹൂത്ത് തോടിസി, ഈ വീട്ടിൽ വളരെ കുറഞ്ഞ ഏരിയ, തോടിസി ജഗ് എന്ന് പറഞ്ഞ സ്ഥലം, വളരെ കുറച്ച് സ്ഥലം ലേഥ എടുക്കുന്നു. അദ്ദേഹത്തിന്റെ വീടാണ്, പക്ഷേ ഈ വീട്ടിൽ കുറഞ്ഞ സ്ഥലം അദ്ദേഹം ഉപയോഗിക്കുള്ളൂ, ബാക്കിയൊക്കെ നമുക്കൊക്കെ താമസിക്കാം. ഉസ് മക്കാൻ മേ, ആ കെട്ടിടത്തിൽ. തത്തയ്യ പറയുന്നു, തത്തയ്യ എങ്ങനെ പറന്ന് ഓടിക്കളിക്കും അല്ലേ? അങ്ങനെ പറന്ന് ഓടിക്കളിക്കുന്ന സമയത്തൊക്കെ ചിറകടിക്കുന്ന ശബ്ദമാണ്. ആ ഓടുന്ന സമയത്ത് പോലും, കടന്നൽ അങ്ങനെ ഓടുന്ന സമയത്തും കടന്നൽ മനസ്സിലാക്കുകയാണ്, ഈ വീട്ടിൽ തത്തയ്യ മനസ്സിലാക്കുന്നു, കടന്നൽ മനസ്സിലാക്കുന്നു, ഫർഹാദ് വളരെ കുറഞ്ഞ ഏരിയ വീട്ടിൽ ഉപയോഗിക്കുന്നുള്ളൂ. ओके मकान में
और वह अपने മാത്രമല്ല ഈ ഫർഹാദ് വർ അപ്പനെ ചപ്പൽ മേ തന്റെ ചെരുപ്പിന്റെ അകത്ത് മേണ്ടക്കിയവും മേണ്ടക്ക് എന്ന് പറഞ്ഞാൽ തവള കുഞ്ഞുങ്ങളെ മേണ്ടക്കിയവും കോ ദേക്ക് കർബി തവളകൾ ഈ ഇദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. ഉൻപർ എന്നിട്ട് ആ തവളകൾക്ക് കുച്ച് ഹാനി ഒരു അപകടം നഹിക്കുക ചെയ്തില്ല. ചെരുപ്പോട് എടുത്തിട്ട് നിലത്ത് അടിക്കുകയോ അല്ലെങ്കിൽ വേറെ ഒന്നും തവളനെ ഒന്നും ചെയ്തില്ല, ചെരുപ്പിന്റെ മുകളിൽ വീണ്ടു പോലും. ഇസുസെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് സമച്ചുമേ ആത്തഹെ മനസ്സിലാക്കാൻ പറ്റുന്നു കി എന്നാൽ വഹ് ഈ ഫർഹാദ് ഹർ ജീവജന്തുക്കോ എല്ലാ ജീവജാലങ്ങളെയും പ്യാർ കർണേവാല സ്നേഹിക്കുന്ന ആത്മീയ മനുഷ്യനാണെന്ന്. ഓക്കെ, ഫർഹാദ് ഫർഹാദ് ഒരു ശാന്തശീൽ സമാധാനപ്രിയനും और അതുപോലെ തന്നെ പ്രകൃതി പ്രേമി പ്രകൃതിയെ സ്നേഹിക്കുന്നവനുമായ വ്യക്തിയാണ്. ഇതാണ് ഫർഹാദിനെ കുറിച്ചുള്ള ഗർ എന്ന പാഠത്തെ ആസ്പദമാക്കി മറ്റ് ജീവജാലങ്ങൾ പറയുന്ന അഭിപ്രായം കൂടി വെച്ചുകൊണ്ട് നമ്മൾ എഴുതേണ്ട ക്യാരക്ടർ സ്കെച്ച്. മക്കളെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാഠത്തിൽ പ്രധാനമായി നിങ്ങൾ പഠിക്കേണ്ടതാണ് ഈ പാഠത്തിലെ ഈ ക്വസ്റ്റ്യൻ ആൻസർ. അതുകൊണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, എഴുതിയെടുത്തിട്ട് ഓരോ വരിയിലും അർത്ഥം പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക, ഇതിന് തെറ്റുകൂടാതെ എഴുതാൻ കഴിയുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ സെറ്റ് 4 മാർക്ക്. ഓക്കെ, ബൈ.